സൂപ്പർ ഫാമിലിയുടെ സെമി ഫൈനൽ ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആൻഡ് നമ്മൾ കൊടുക്കുന്ന റൗണ്ട്സ് എന്തൊക്കെയാണെന്നറിയോ ഈ സെമി ഫൈനലിൽ? ഒന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റൗണ്ടാണ് റെട്രോ റൗണ്ട്. ഒരു പഴയ കാലഘട്ടം, ആ കാലഘട്ടത്തെ റീക്രിയേറ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കണം അവരുടെ പാട്ടാണെങ്കിൽ പാട്ട്, അല്ലെങ്കിൽ ഡാൻസ് ആണെങ്കിലും അവരുടെ കോസ്റ്റ്യൂംസ്, അവർ കൊണ്ടുവരുന്ന പ്രോപ്പർട്ടീസ്, അല്ലെങ്കിൽ ഇവിടുത്തെ മൊത്തത്തിലുള്ള ആംബിയൻസ് എല്ലാം ആ ഒരു റെട്രോ ഫീല്. എങ്ങോട്ട് വേണമെങ്കിലും അവർക്ക് ചൂസ് ചെയ്യാം. ലാംഗ്വേജും മലയാളം, തമിഴ്, ഏത് ലാംഗ്വേജും ഹിന്ദിയൊക്കെ അവർക്ക് ചൂസ് ചെയ്യാം. പിന്നെയുള്ള ഒരു റൗണ്ട് എന്ന് പറഞ്ഞാൽ സിഗ്നേച്ചർ റൗണ്ടാണ്. സിഗ്നേച്ചർ റൗണ്ടിൽ അവർക്ക് ആ ഫാമിലിക്ക് എന്താണോ അവരുടെ ബെസ്റ്റ് എന്ന് തോന്നുന്നത് അത് ഇവിടെ പെർഫോം ചെയ്യാം. അതിനും പ്രത്യേകിച്ച് വേറെ ഇന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. സിഗ്നേച്ചർ റൗണ്ട് എന്ന് പറഞ്ഞ് സിഗ്നേച്ചർ ഐറ്റം ആണ് പെർഫോം ചെയ്യേണ്ടത്. പിന്നെയുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് സെഗ്മെന്റ് ആണ് ഡിബേറ്റ്. അതിൽ മീയയുടെ ഒരു സഹായം വേണം. കാരണം മീയാണ് സബ്ജക്ട്സ് കൊടുക്കേണ്ടത്. ആ എപ്പിസോഡിലുള്ള, നമ്മൾ ഏത് എപ്പിസോഡിലാണോ ആ എപ്പിസോഡിലുള്ള 2 ഫാമിലി മെമ്പേഴ്സിൽ നിന്നും ഓരോരുത്തർ വന്നിട്ടായിരിക്കും ഡിബേറ്റ് ചെയ്യുക. അത് അവർക്ക് ആരാണെന്നുള്ളത് അവർക്ക് സെലക്ട് ചെയ്യാം. ആ വിഷയത്തെ കുറിച്ച് വളരെ ഗംഭീരമായിട്ട് ഒരു 5 മിനിറ്റിൽ സംസാരിക്കുക എന്നുള്ളതാണ് ആ റൗണ്ടിന്റെ ഒരു റൂള്. പിന്നെ ഉള്ളത് സ്പെഷ്യൽ പെർഫോമൻസുകൾ, നമ്മൾ കൊടുക്കുന്ന ടാസ്ക്, അങ്ങനെയൊക്കെ മൊത്തത്തിൽ ഈ ഒരു സെമി ഫൈനൽ റൗണ്ട് അങ്ങ് പോവും. ഓക്കെ, ഫാമിലി വെഡിങ് സെന്റർ പ്രസന്റ് സൂപ്പർ ഫാമിലിയുടെ റെട്രോ റൗണ്ടിലേക്ക് ഇന്ന് നമ്മൾ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത് ഹൈ റേഞ്ച് ബ്രദേഴ്സിനെയാണ്. സോ അവരുടെ റെട്രോ പെർഫോമൻസ് കാണാനായിട്ട് നമ്മൾ രണ്ടുപേരും റെഡിയാണ്, നിങ്ങളും റെഡിയാണെന്ന് വിശ്വസിക്കുന്നു. സോ ലെറ്റ്സ് വെൽക്കം ഹൈ റേഞ്ച് ബ്രദേഴ്സ്. ഭാർഗവിക്കുട്ടി, നമ്മൾ തമ്മിൽ പരിചയമില്ല. ഞാനൊരു പാവപ്പെട്ട സാഹിത്യകാരനാണ്, ഒരു ഏകാന്ത സഞ്ചാരി. ഞാനാണിവിടുത്തെ പുതിയ താമസക്കാരൻ. ഞാനൊരു കഥ എഴുതാൻ പോവുകയാണ്. എന്തിനേറെ പറയണം, ഭാർഗവിക്കുട്ടിയുടെ കഥ. പക്ഷേ ഭാർഗവിക്കുട്ടിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. കന്യകേ, നീ എന്തേ വരാത്തത്? ഈ ഏകാന്തത എന്നെ ദഹിപ്പിക്കുകയാണ്. കന്യകേ, നീ എന്തേ വരാത്തത്? ഭാർഗവിക്കുട്ടി, കണ്ടു, നിന്നെ ഞാൻ കണ്ടു. അയ്യോ 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 സാറേ സാറേ. എന്താടോ ചെറിയ പരിക്കണ്ണി, ഇന്നും കൊച്ചമ്മ എന്നെ പേടിപ്പിച്ചു സാറേ. എന്താടോ താനീ പറയുന്നത്? എനിക്കിവിടെ നിൽക്കാൻ പേടിയാ സാറേ. ഞാൻ പോവാ. ചെറിയ പരിക്കണ്ണി. ഭാർഗവിക്കുട്ടി, നിനക്ക് കഥ കേൾക്കാൻ തിടുക്കമായെന്ന് എനിക്കറിയാം. എഴുതാൻ ഇനിയും കുറച്ച് ബാക്കിയുണ്ട്. അത് ഞാൻ അവസാനം പറഞ്ഞു കേൾപ്പിക്കാം. കുറേയധികം വർഷങ്ങൾ നാം പുറകോട്ടു പോകേണ്ടി വരും. എന്നത്തെയും പോലെ തന്നെ ആ ദിവസവും പ്രശാന്ത സുന്ദരമായി ഉദിച്ചു പൊന്തുകയായി ഒരു പൂർണ്ണ ചന്ദ്രൻ. അനുരാഗ മധുചഷകം
മതിലിനപ്പുറത്തെ വീട്ടിൽ ശശികുമാർ, ഇവിടെ ഈ വീട്ടിൽ ഭാർഗവിക്കുട്ടി. രണ്ട് ഹൃദയങ്ങൾക്കുമിടയിൽ ഒരു മതില് മാത്രം. ഭാർഗവി നിലയത്തിലെ പൂങ്കാവനം രൂപരഹിതമായ കിനാവിൽ മുഴുകിക്കൊണ്ടിരുന്നപ്പോൾ അദ്ഭുതാനന്ദത്തോടെ ഒരു ഗാനപ്രവാഹം ഭാർഗവിയുടെ ഹൃദയത്തിലേക്ക് ഇരമ്പിപ്പാഞ്ഞു വന്നു. താമസമെന്തേ വരുവാൻ, താമസമെന്തേ വരുവാൻ പ്രാണസഖി എൻ്റെ മുന്നിൽ, താമസമെന്തേ അണയാൻ പ്രേമമായി എൻ്റെ കണ്ണിൽ, താമസമെന്തേ വരുവാൻ. ഹേമന്തയാമിനി തൻ പൊൻവിളക്കു പൊലിയാറായി, മാഗന്ധ ശാഖകളിൽ രാക്കിളികൾ മയങ്ങാറായി, താമസമെന്തേ വരുവാൻ. ശ്രീമതി, ഞാൻ തന്ന പൂവ് എന്ത് ചെയ്തു? എന്തിനന്വേഷിക്കുന്നു? ചവിട്ടി അരച്ച് കളഞ്ഞു എന്നറിയാൻ. കളഞ്ഞെങ്കിൽ? അതെന്റെ ഹൃദയമായിരുന്നു. ഭാർഗവിക്കുട്ടി, നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു. പരമസുന്ദരിയായ എൻ്റെ ദേവി, ഏറ്റവും ഏറ്റവും സുന്ദരിയായ എൻ്റെ ദേവി, നിന്നെ ഞാൻ ആരാധിക്കുന്നു എൻ്റെ രാജകുമാരി. രാജകുമാരി, ഞാൻ പോവുകയാണ് ലക്നൌവിലേക്ക്. 6 മാസം കഴിഞ്ഞ് തിരിച്ചു വരും. 6 മാസമോ? അങ്ങയെ കാണാതെ ഞാൻ എങ്ങനെ ജീവിക്കും? ഇതുപോലെ പൗർണമിയുള്ള ഒരു രാത്രിയിൽ ഞാൻ തിരിച്ചു വരും. അങ്ങ് വന്നില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും. ശശികുമാർ ആ രാത്രി ഭാർഗവിയോട് വിട പറഞ്ഞത് എന്നേക്കുമായിരുന്നു. ഒരിക്കലും തിരിച്ചു വരാത്ത ദിനങ്ങൾ. ഭാർഗവിയുടെ കാത്തിരിപ്പിന് വിരാമമില്ലാത്ത ദിനങ്ങൾ. വാസന്ത പഞ്ചമി നാളിൽ വരുമെന്നൊരു കിനാവു കണ്ടു, വരുമെന്നൊരു കിനാവു കണ്ടു, കിളിവാതിലിൽ മിഴിയും നട്ടു കാത്തിരുന്നു ഞാൻ. വാസന്ത പഞ്ചമി നാളിൽ. പ്രേമലേഖനവും ബാല്യകാല സഖിയും മതിലുകളും നീലവെളിച്ചവുമൊക്കെ എഴുത്തിനെക്കുറിച്ച് അത്ഭുതപ്പെടുത്തിയ ശ്രീ വൈക്കം മുഹമ്മദ് ബഷീർ. പ്രണാമം. ഹൈ റേഞ്ച് ബ്രദേഴ്സ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എല്ലാം കൊണ്ടും ഒരു പെർഫെക്റ്റ് റെട്രോ റൗണ്ട് ആയിട്ട് എനിക്ക് തോന്നി. ഇനി നമുക്ക് മിയയ്ക്ക് ജഡ്ജിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ എന്താണെന്ന് നമുക്ക് ചോദിക്കാം. എനിക്കും സെയിം അഭിപ്രായമാണ്. റെട്രോ റൗണ്ടിൽ ഇത്രയും ആ ഒരു നമ്മളെയും കൂടെ അവിടേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ ഈ കാണുന്ന ആ വീട്ടിൽ നിങ്ങളുടെ കൂടെ ഇപ്പുറത്ത് ഇവിടെ ടേബിൾ അവിടെ കിടപ്പുണ്ട്, ഞങ്ങൾ ഇപ്പുറത്ത് വേറൊരു ടേബിളിൽ ഇരുന്നിട്ട് ആ വീട്ടിൻ്റെ അപ്പുറത്ത് ഇരുന്നിട്ട് ഇങ്ങനെ കാര്യങ്ങൾ കാണുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. ശരിക്കും ഞങ്ങളെ അവിടെ കൊണ്ടുപോയെന്ന് പറയാം. അതെനിക്ക് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നുന്നു. കാരണം ഓരോരുത്തർക്കും അതിൽ റോളുകളുണ്ട്, പാട്ടുണ്ട്, ഒരു കഥ പറച്ചിലുണ്ട്. ഈ ഭാർഗവി നിലയം എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് നമ്മൾ കൊണ്ടുപോയി. ഇത് ആരുടെ ആയിരുന്നു ഈ ഐഡിയ? ശ്രീജിത്തിന്റെ ഓ വെരി ഗുഡ്, എക്സലന്റ് എക്സലന്റ്.
അത് ബുദ്ധിപരമായിട്ട് ഹാൻഡിൽ ചെയ്തു. ബ്രില്യന്റ് ആയിട്ടുള്ള ഐഡിയ ആയിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് തീരണ്ടാന്നായി പോയി. ഇങ്ങനെ കൈ കെട്ടി അവസാനം ഇങ്ങനെ അവസാനിച്ചു. അയ്യോ തീർന്നോ, എനിക്ക് ഇച്ചിരി കൂടെ കാണണമെന്നുണ്ടായിരുന്നു. നമ്മളിങ്ങനെ കഥയിൽ ഇങ്ങനെ മുഴുകി ഇരിക്കായിരുന്നു സത്യത്തില്. അതുപോലെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് കേട്ടോ ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു. എന്തായാലും കൺഗ്രാറ്റുലേഷൻ. നമുക്ക് നോക്കാം ഇനി അടുത്ത റൗണ്ടിലും എങ്ങനെയാണ് നിങ്ങൾ പെർഫോം ചെയ്യണതൊക്കെ നോക്കിയിട്ടാണ് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ. പക്ഷെ റെട്രോ റൗണ്ടിൽ ഒരു വെറൈറ്റി റെട്രോ ആയിരുന്നു, പെർഫെക്റ്റ് റെട്രോ ആയിരുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു.